ഹലോ, നമസ്കാരം. ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാം ചോരയെന്ന് തിളയ്ക്കുമല്ലേ. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയൊക്കെ ജേഴ്സി ഇട്ട് ഈ ലോകകപ്പ് സമയത്ത് നമ്മളും നമ്മുടെ നാടിനെ ഒരു മിനി ലാറ്റിൻ അമേരിക്കയാക്കി മാറ്റാറുണ്ട്. നമ്മുടെ സിനിമയിൽ ഈ ഫുട്ബോൾ ഭ്രാന്ത് പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ സിനിമ ഏതാണ്? ഈ ചോദ്യത്തിന് ഒരുപാട് പേർ പറഞ്ഞൊരു ഉത്തരം ക്യാപ്റ്റൻ എന്നായിരിക്കും. അതായത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം വി.പി. സത്യൻ്റെ ജീവിതകഥ പറഞ്ഞ ജയസൂര്യക്ക് സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത സിനിമ. ഒരു സംശയമില്ല, ക്യാപ്റ്റൻ ഗംഭീര സിനിമയാണ്. പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ സിനിമ എന്ന പേരിന് ക്യാപ്റ്റനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്നത് 2018 വന്ന സുഡാനി ഫ്രം നൈജീരിയയാണ്. ഇതൊരു താരതമ്യമായി കാണരുത്, കാരണം മറിച്ച് രണ്ട് സിനിമകളിലെ ഫുട്ബോളിനെ എങ്ങനെയാണ് സമീപിച്ചതെന്നൊരു വിലയിരുത്തൽ മാത്രമാണ്. പ്രത്യേകിച്ച് സുഡാനി ഫ്രം നൈജീരിയ. കാരണം ആ സിനിമ സംസാരിക്കുന്നത് വെറും ഫുട്ബോളിനെ കുറിച്ചല്ല. ആ കളി എങ്ങനെ മനുഷ്യരെ ഒരുമിപ്പിക്കുന്നു, സ്നേഹിപ്പിക്കുന്നു, അവർക്കിടയിലെ അതിർവരമ്പുകളെ എങ്ങനെ മായ്ച്ചു കളയുന്നതിനെ കുറിച്ചാണ്. സുഡാനി മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ഭ്രാന്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നാടിൻ്റെ സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെ ഒരു കഥയാണ് പറഞ്ഞത്. സിമ്പിളായി പറഞ്ഞ ക്യാപ്റ്റൻ ഒരു കളിക്കാരൻ്റെ ബയോപ്പിക്കായിരുന്നു. പക്ഷേ സുഡാനി ഫുട്ബോൾ എന്ന വികാരത്തിൻ്റെ അതിൻ്റെ ആത്മാവിൻ്റെ ബയോപ്പിക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സുഡാനി നമ്മുടെ ഹൃദയത്തോട് ഇത്രയും ചേർന്ന് നിൽക്കുന്നത്. ഏതൊരു സ്പോർട്സ് സിനിമയുടെയും വിജയം അത് ആ കളിയെ എങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നു എന്നതിലാണ്. ഇവിടെയാണ് ക്യാപ്റ്റനും സുഡാനിയും രണ്ട് ട്രാക്കിൽ ഓടുന്നത്. ക്യാപ്റ്റൻ സിനിമയിൽ ഫുട്ബോൾ ഒരു പ്രൊഫഷണൽ കരിയറാണ്. ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റൻ, സെലക്ഷനിലെ പൊളിറ്റിക്സ്, കളിയുടെ പ്രഷർ, ജയത്തിൻ്റെ സന്തോഷം, തോൽവിയുടെ വേദന, പരിക്കുകൾ, അതിൻ്റെ ശേഷം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, അങ്ങനെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറുടെ ജീവിതത്തിൽ എല്ലാം ആ സിനിമ സത്യസന്ധമായി കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ വി.പി. സത്യൻ എന്ന ഇതിഹാസത്തോടും ആ സിനിമ പൂർണ്ണമായും നീതി പുലർത്തി. ഇനി സുഡാനി ഫ്രം നൈജീരിയയിലേക്ക് വരാം. ഇവിടെ ഫുട്ബോളിൻ്റെ ഭാവം തന്നെ മാറുകയാണ്. ഇവിടെ ഫുട്ബോൾ ഒരു ജോലി എന്നതിലുപരി ഒരു നാടിൻ്റെ നെഞ്ചിടിപ്പാണ്. മലപ്പുറത്തെ പൊടി പറക്കുന്ന സെവൻസ് ഗ്രൗണ്ടുകളാണ് സിനിമയുടെ ലോകം. നവംബർ തൊട്ട് മെയ് വരെ നീളുന്ന 7 സീസണാണ് കാണിക്കുന്ന കളികൾ. അതായത് നാടിൻ്റെ ഉത്സവമാണത്. പല ടീമുകൾക്ക് വേണ്ടിയും കളിക്കാനെത്തുന്ന ആഫ്രിക്കൻ പ്ലെയേഴ്സൊക്കെ ആ നാടിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. ഈ നാട്ടുമ്പുറത്തെ ഫുട്ബോൾ ഇന്ത്യൻ ടീമിൻ്റെ മത്സരങ്ങളിലെ ടെൻഷൻ അല്ല ജീവിക്കുന്നത്, മറിച്ച് ഒരു ഗ്രാമത്തിൻ്റെ ക്ലബിൻ്റെ വിജയത്തിന് വേണ്ടി ആർത്ത് വിളിക്കുന്ന സാധാരണക്കാരൻ്റെ ആവേശമാണ്. ഇവിടെ കളിയിലെ നിയമങ്ങളെക്കാൾ കളിക്ക് പുറത്തുള്ള സ്നേഹബന്ധങ്ങൾക്കാണ് വില. സൗബിൻ ഷാഗറിൻ്റെ ക്യാരക്ടർ മജീദിൻ്റെ ക്ലബിന് വേണ്ടി കളിക്കാനെത്തുന്ന സാമൂൽ എന്ന നൈജീരിയക്കാരൻ അത് വെറും ഒരു ഇറക്കുമതിയല്ല, അയാളെ നാടിൻ്റെ പ്രതീക്ഷ കൂടിയാണ്. ഫുട്ബോൾ എന്നത് ഇവിടെ കഥ പറയാനുള്ള ഒരു പശ്ചാത്തലം മാത്രമേ മാറും. സുഡാനി ഒരു നാടിൻ്റെ കണ്ണിലൂടെയാണ് ഫുട്ബോളിനെ കാണിച്ചത്. ഒരു സിനിമയെ മികച്ചതാക്കുന്നതിലെ കഥാപാത്രങ്ങളും അവർക്കിടയിലുള്ള ബന്ധങ്ങളുമാണ്. സുഡാനി ഫ്രം നൈജീരിയ നമുക്ക് മുന്നിൽ തുറന്നിടുന്ന മനുഷ്യബന്ധങ്ങളുടെയും വലിയ ലോകമാണ്. ഇതിൻ്റെ കേന്ദ്രം മജീദും സാമൂലും തമ്മിലുള്ള ബന്ധമാണ്. തുടക്കത്തിൽ ഒരു മാനേജറും കളിക്കാരനും എന്ന പ്രൊഫഷണൽ ബന്ധം സാമൂലിന് പരിക്ക് പറ്റുന്നതോടെ പതിയെ മാറുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന മജീദിന് സാമൂലിന്റെ ചികിത്സ ഒരു ബാധ്യതയാണെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കുകയാണ്. ഭാഷയും ദേശവും സംസ്കാരവും എല്ലാം അവിടെ അലിഞ്ഞില്ലാതാകും. പക്ഷെ സിനിമ അവിടെ തീരുന്നില്ല. കഥ മജീദിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ കൂടുതൽ സ്നേഹമുള്ള ബന്ധങ്ങളിലെ കാഴ്ചക്കാരാണ്. മജീദിന്റെ ഉമ്മ ജമീലയും അയൽവാസി ബിയുമ്മയും സാമൂലിനെ സുഡു എന്ന് വിളിച്ച് സ്വന്തം മോനെ പോലെ നോക്കുന്നു. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുപോലെ സാമൂലിന് മലയാളം. പക്ഷെ സ്നേഹിക്കാൻ ഭാഷ വേണ്ടെന്ന് അവർ കാണിച്ചു തന്നു. സുഡുവിന് വേണ്ടി കോഴിക്കറി വെച്ചു കൊടുക്കുന്നു, അവൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ അതുപോലെ അവനെ കാണാൻ പറ്റുന്ന നാട്ടുകാരെ ഒക്കെ ഈ സിനിമയുടെ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റും. ഇവിടെ ഒരു വ്യക്തിയുടെ കഥയല്ല, ഒരു നാട് മുഴുവൻ എങ്ങനെ ഒരു വിദേശീയ സ്നേഹം കൊണ്ട് പൊതിയുന്നു എന്നതിൻ്റെ കഥയാണ് സുഡാനി പറയുന്നത്. ജാതിക്കും മതത്തിനും നിറത്തിനും അപ്പുറത്തുള്ള മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും നിഷ്കളങ്കമായ രൂപമാണ് സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയ്ക്കകത്തെ മുഹൂർത്തങ്ങൾ. അതിലെ ബന്ധങ്ങൾ വിശാലവും സോഷ്യലുമാണ്. ഒരു സിനിമ നമ്മളിൽ അവശേഷിപ്പിക്കുന്ന ഫീൽ എന്താണെന്നത് വളരെ പ്രധാനമാണ്. സുഡാനി ഫ്രം നൈജീരിയ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെ മുഖത്തൊരു ചിരി വരും. മലപ്പുറത്തിൻ്റെ ഒരു സംസാര ശൈലിയും സൗബിൻ്റെയും മറ്റ് കഥാപാത്രങ്ങളുടെയും സ്വാഭാവികമായ തമാശകളും സിനിമ ഒരു ഭയങ്കര എൻജോയബിൾ ആക്കുന്നുണ്ട്. എന്നാൽ പതുക്കെ പതുക്കെ ആ ചിരി മാഞ്ഞ് നമ്മുടെ കണ്ണുകൾ നനയാൻ തുടങ്ങും. സ്നേഹത്തിൻ്റെ തീവ്രത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ല അതൊരു നെഗറ്റീവായിട്ടല്ല. ഒരു അഭയാർത്ഥിയായ സാമൂലിൻ്റെ നിസ്സഹായത, അവൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, തിരികെ പോകാൻ പറ്റുമോ എന്ന അവൻ്റെ ടെൻഷൻ, ഇതെല്ലാം നമ്മളെയും തൊടും. അതേസമയം അവനെ സ്വന്തം വീട്ടുകാരനെ പോലെ സ്നേഹിക്കുന്ന ഒരു നാടിൻ്റെ നന്മ നമ്മൾ പ്രതീക്ഷ നിറയ്ക്കും. സിനിമയുടെ ക്ലൈമാക്സിൽ എയർപോർട്ടിൽ വെച്ച് അവർ യാത്ര പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളൊന്നാണ്. ഒരു ഗോൾ പോലും അടിക്കാതെ, ഒരു കളി പോലും ജയിക്കാതെ ഫുട്ബോൾ എന്ന വികാരം മനുഷ്യരുടെ മനസ്സിൽ എത്ര വലിയ വിജയമാണ് നേടുന്നതെന്ന് ആ നിമിഷം നമ്മൾ തിരിച്ചറിയും. അതുപോലെ അവസാനം മജീദ് ഒരിക്കലും മിണ്ടാതിരുന്ന തൻ്റെ രണ്ടാനച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വരുന്ന സീനും അതിൽ അഭിനയിച്ചവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഒരു ഫുട്ബോൾ സിനിമയ്ക്ക് കളിക്കളത്തിലെ ഒരു രംഗം പോലും ഇല്ലാതെ നമ്മളെ കരയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ വിജയം. സുഡാനി ഫ്രം നൈജീരിയ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭാരമല്ല, പകരം മനുഷ്യ നന്മയിലുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയുമാണ് നിറയുന്നത്.
ഫുട്ബോൾ എന്നത് വെറും ഒരു 90 മിനിറ്റ് കളി മാത്രമല്ല, അതൊരു സംസ്കാരമാണ്, ഒരു വികാരമാണ്. അതിലെല്ലാം ഉപരി മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഒരു മാന്ത്രിക പന്താണ്. അതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗോളുകളുടെ എണ്ണത്തിലോ ഒരു താരത്തിൻ്റെ ജീവിതത്തിലോ അല്ല, മറിച്ച് ആ സിനിമ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ബാക്കി വെച്ചു എന്ന് നോക്കിയാണ് തീരുമാനിക്കുന്നത്. ഒരു അളവുകൾ വെച്ച് നോക്കുമ്പോൾ ഫുട്ബോൾ എന്ന വികാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ മനുഷ്യത്വപരമായ സിനിമ സുഡാനി ഫ്രം നൈജീരിയ തന്നെയാണ്. അത് കളിയെക്കുറിച്ചുള്ള സിനിമയല്ല, കാരണം അത് കളിയെ സ്നേഹിക്കുന്ന, കളി കാരണം സ്നേഹിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള സിനിമയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മലയാളത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ സിനിമ ക്യാപ്റ്റനാണോ, അതോ സുഡാനി ഫ്രം നൈജീരിയ ആണോ, അതോ ഈ ലിസ്റ്റിൽപ്പെടാത്ത വേറെ എന്തെങ്കിലും സിനിമയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. താങ്ക് യു.